മഴത്തോരു മുമ്പേടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റാൻലി റീത്താമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞതനുസരിച്ച് അലീനയ്ക്ക് റീത്താമ്മ ഇനി എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കി വരിക എന്നുള്ള ആ ഒരു പേടിയിലും ഒക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അലീന പേടിച്ചതുപോലെയൊക്കെ സംഭവിക്കുകയാണ്. കാരണം റീത്താമ്മ വീട്ടിൽ ചെന്നതിന് ശേഷം ഇവർക്കെതിരായിട്ടുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വന്തം ആങ്ങളമാരെയും മക്കളെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് സ്റ്റാൻലി വളരെ മോശപ്പെട്ട ആളാണ് എന്നും അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല എന്നും അവന് മറ്റൊരു സ്ത്രീയിൽ പിഴച്ചുണ്ടായവളാണ് അലീന എന്നുള്ളതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് റീത്താമ്മ തുറന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ടാനിയയ്ക്കും ഒക്കെ മുഖത്ത് ഒരു ഭാവമാറ്റമാണ് ഉണ്ടായിരുന്നത്. പിന്നെ റീത്താമ്മയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ അവിടെ ഒന്നും പ്രതികരിക്കാനോ സംസാരിക്കാനോ നിന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആങ്ങളമാരെയും മക്കളെയും ഒക്കെ എരിപിരി കൂട്ടിയിട്ട് സ്റ്റാൻലിക്കെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് റീത്താമ്മ നിൽക്കുന്നത്. എന്നിട്ട് അവരുടെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ പോയി നിരാഹാരം ഇരിക്കണം, നാട്ടുകാരും ഒക്കെ അറിയട്ടെ, ഇനി അറിയാനുള്ളവരൊക്കെ സ്റ്റാൻലിയുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് അറിയട്ടെ, വലിയ രാജാവൻ എന്നുള്ള ഭാവത്തിലാണല്ലോ നടക്കുന്നത്, എൻ്റെ എൽസമ്മയും മക്കളെയും പറ്റിച്ചവനാണ് അവൻ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും മക്കളൊന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് ടെൽസമോൾ പറയുന്നത് സുന്ദരിയായ മോളാണ് എന്നൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ടാനി അവളെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടുകയാണ്. അങ്ങനെ റീത്താമ്മ മക്കളോടൊക്കെ റെഡിയാവാൻ പറയുകയും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് കൊട്ടാരമറ്റത്തേക്ക് പോകണമെന്നും അവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിരാഹാര സമരം എന്നുള്ള രീതിയിൽ ആളുകളെയൊക്കെ അറിയിക്കുന്ന രീതിയിലൊരു സമരം ഗേറ്റിന് മുന്നിൽ ഇരിക്കണം, നിങ്ങളാണത് ചെയ്യേണ്ടത്, മക്കൾക്ക് നീതി കിട്ടണമല്ലോ, നിങ്ങൾക്ക് അവകാശപ്പെട്ടതൊക്കെ തട്ടിയെടുക്കാൻ വന്നവളാണ് അവൾ, നിങ്ങൾക്ക് അവകാശപ്പെട്ടതൊക്കെ ഇനി അവളാണ് അനുഭവിക്കുന്നത്, അത് ശരിയാവത്തില്ല എന്നൊക്കെ ഇങ്ങനെ റീത്താമ്മ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മക്കൾക്ക് വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ റീത്താമ്മയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ അത് അനുസരിക്കാതെ നിവർത്തിയുണ്ടായിരുന്നില്ല. അങ്ങനെ അവരൊടുവിൽ കൊട്ടാരമുറ്റത്തേക്ക് പോവുകയാണ്. ഗേറ്റിന് മുമ്പിൽ എത്തി അവരെ സ്റ്റാൻലിക്കെതിരായിട്ടുള്ള ബഹളവും ഞങ്ങൾക്ക് നീതി കിട്ടണമെന്നുള്ള മുദ്രാവാക്യവും ആങ്ങളമാർ മുന്നിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇവരെ ഏറ്റുപറയാതെ ഒരു പിന്തുടർച്ചക്കാർ എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുകയാണ് മക്കൾക്ക് എന്തോ സ്റ്റാൻലിയോട് ഒരു അടുപ്പമുള്ള പോലെയും റീത്താമ്മയെ പേടിയുള്ളത് പോലെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഗേറ്റിന് മുമ്പിൽ ഇവരുടെ ബഹളം കേട്ടിട്ട് അവിടെയുള്ള ജോലിക്കാരൊക്കെ വന്ന് നോക്കുകയും ഇക്കാര്യത്തെക്കുറിച്ച് സ്റ്റാൻലിയോട് പറയുകയും സ്റ്റാൻലിയോട് പറയുന്നത് അലീന കേൾക്കാനിടയാവുകയും ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് ഈ ഒരു പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടാവത്തില്ലായിരുന്നു. മകളെന്ന രീതിയിൽ ഇവൾ വന്നതിന് ശേഷമാണ് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ ആൻ്റപ്പനും പൗലോസും സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സ്റ്റാൻലി അത് ശ്രദ്ധിച്ചിട്ട് ഇവിടെ വേണ്ടാത്ത ചർച്ചകളൊന്നും ആവശ്യമില്ല, ഇതൊക്കെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മകളെ അംഗീകരിച്ചതും ഇങ്ങോട്ട് കൊണ്ടുവന്നതും എന്നൊക്കെ സ്റ്റാൻലി പറയുന്നുണ്ട്. എന്നിട്ട് അലീനയോട് തോളിൽ തട്ടിയിട്ട് മോൾ ഒട്ടും സങ്കടപ്പെടുകയോ അല്ലെങ്കിൽ ടെൻഷനാവുകയോ വേണ്ട, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നീട് നാട്ടുകാർ മുഴുവൻ ഗേറ്റിന് മുമ്പിൽ ഒരുമിച്ച് കൂടുകയും എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുകയും റീത്താമ്മ സ്റ്റാൻലിക്കെതിരായിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും ഇവിടെ സ്റ്റാൻലിയുടെ സ്വഭാവത്തെക്കുറിച്ചൊന്നും നിങ്ങൾക്കറിയത്തില്ലല്ലോ, എൻ്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിച്ച് മറ്റൊരുത്തിയിലൊരു കുഞ്ഞ് ജനിപ്പിച്ച് അവളെ ഇപ്പോൾ ഇവിടെ കുടിയിരുത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതെന്തൊരു ഇതാണ്, ഇങ്ങനെയൊന്നുമല്ലായിരുന്നല്ലോ ഇവിടുത്തെ ആള്, ഇതൊക്കെ എന്തോ തട്ടിപ്പായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ തട്ടിപ്പൊന്നുമല്ല, അത് അയാൾ തന്നെ അംഗീകരിച്ചതാണ്, അതിനെക്കൊണ്ടാണല്ലോ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആഹാ, എങ്കിൽ പിന്നെ നീതി കിട്ടിയല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരും അവരുടെ കൂടെ കൂടിയിരിക്കുകയാണ്. അങ്ങനെ സ്റ്റാൻലി ഒടുവിൽ ഗേറ്റിനടുത്തേക്ക് വരികയാണ്. എന്നിട്ട് റീത്താമ്മ ചോദിക്കുന്നുണ്ട്, ദാ നിങ്ങളുടെ നാട്ടുകാരാണ് ഈ നിൽക്കുന്നത്, ഞാൻ ചോദിക്കുന്നതിന് ഓരോന്നിനായിട്ട് ഉത്തരം പറഞ്ഞോണം എന്നൊക്കെ റീത്താമ്മ പറയുമ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യം എനിക്കില്ല, ഈ നാട്ടുകാർക്കൊക്കെ ഏകദേശം പിടികിട്ടി കഴിഞ്ഞിട്ടുണ്ടാകും. എന്തായാലും എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് ഈ എൽസമ്മയും ഈ മക്കളും കൂടാതെ എനിക്ക് വേറൊരു മകളും കൂടെയുണ്ട്, അലീന. ആ അലീനയാണ് ഇപ്പോൾ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്ന ആ ഒരു പെൺകുട്ടി. എനിക്ക് വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു, കല്യാണം വരെ എത്തിയിരുന്നു. പിന്നെ അത് നിർഭാഗ്യവശാൽ പല രീതിയിലും മുടങ്ങിപ്പോയി, അതിലൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ആ കുഞ്ഞാണ് ഇത്. എന്തായാലും അതിനെ എനിക്ക് പോറ്റിയേ പറ്റൂ. 23 വർഷം അത് അനാഥാലയത്തിലാണ് കഴിഞ്ഞത്. ഇനി അതിനെ സങ്കടപ്പെടുത്താൻ ഞാൻ വിടില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാം മറന്ന്
തന്നെയാണ് ഏറ്റെടുത്തത്. പിന്നെ ഈ നിൽക്കുന്ന ഭാര്യമാരൊന്നും എൻ്റെ കൂടെ നിന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഇതുവരെ ജീവിച്ചത്. കൂട്ടിന് കുറച്ച് സ്നേഹമുള്ള നായ്ക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരൊക്കെ ഇപ്പോൾ ഇതോ അറിഞ്ഞിട്ട് സ്വത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും ഇതിനു മുമ്പേ എന്നെ സ്നേഹിച്ചും എന്നെ അനുസരിച്ചും നിൽക്കുന്നവരാണ് എൻ്റെ ഭാര്യയും മക്കളുമെങ്കിൽ എനിക്ക് ഇവരിങ്ങനെ സമരം ചെയ്യുന്നതിനൊരു കാര്യമുണ്ടായിരുന്നു. പക്ഷെ അതല്ലല്ലോ, എന്നെ ഒഴിവാക്കിയിട്ട് സ്വന്തം കാര്യം നോക്കിയിട്ട് ഇതാ ഇവരുടെ ഏട്ടത്തി അവരെ കൊണ്ടുപോയിരിക്കുകയാണ്. അഹങ്കാരിയായ ഇവരാണ് എൻ്റെ ജീവിതം തകർത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ മകളെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നതും എന്നുള്ള രീതിയിൽ സ്റ്റാൻലി വെട്ടിത്തുറന്ന് പറയുകയാണ്.